ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് ചെയ്യാറ്. ഞാൻ ഖത്തർ ബേസ്ഡാണ്, ഖത്തർ തുമാമയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് എൻ്റെ ഏത് ഷോർട്സ് ഇട്ടാലും എൻ്റെ ഷോർട്സിനടിയിൽ വരുന്ന കമൻറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് 2-3 വട്ടമായി വരുന്ന കമൻറ്റാണ്. എങ്ങനെയാണ് ഞാൻ മോനെ വെച്ചിട്ട് ഈ ഹൗസ് ഹോൾഡ് കോഴ്സൊക്കെ മാനേജ് ചെയ്യണേ, അതുപോലെ തന്നെ അവൻ എങ്ങനെയാണ് ഞാൻ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ കാമായിട്ടിരിക്കണേ, അപ്പോൾ മാനേജ്മെൻറ്റ്, അതായത് മോനെ വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ചിലതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മോനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഓരോ മക്കളും ഓരോ പോലെയാണ്. അപ്പം എൻ്റെ മോൻ്റെ പോലെ ആവില്ല നിങ്ങളെ മോൻ്റെ പോലെ ആവില്ല എൻ്റെ മോന്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഖത്തറിൽ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒന്നും എനിക്ക് അറിയണ്ടേന്നില്ല. കാരണം നാട്ടിൽ പറയുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ ഉമ്മയാണ് അവനെ നോക്കുക. എൻ്റെ ഉമ്മയും അനിയനെയാണ് അവനെ നോക്കിയിരുന്നത് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇക്കൊന്നും അങ്ങ് ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഉമ്മാക്കറിയാം അവനക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത്, അവനെ എങ്ങനെയാണ് ഉറക്കേണ്ടത്, അവൻ്റെ മൂഡ് മാറി എങ്ങനെ ചേഞ്ച് ചെയ്ത് ഫുള്ളും ഉമ്മാക്കറിയാം. ചെറുപ്പം പോലെ ഉമ്മ നോക്കണുണ്ട്. അപ്പോൾ ഇക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ വന്ന സമയത്തിന് ആകെ കൂടിയിട്ട് 1-2 ആഴ്ചക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വീട്ടുകാര്യങ്ങൾ മൊത്തം ചെയ്യണം, 3 നേരം ഫുഡ് ഉണ്ടാക്കണം, ക്ലീനിങ് ചെയ്യണം, ഇവരെ നോക്കണം. അപ്പോൾ ആദ്യം ഭയങ്കര മെസ്സായിരുന്നു. ഇതൊക്കെ കുടിച്ച് എങ്ങനെ ചെയ്യുക, ഇക്കതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ടൈം ഫ്രീ ആയിട്ട് കിട്ടണം. അല്ലെങ്കിൽ ഇക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വന്നിരുന്നു ഇപ്പം ഭക്ഷണം കഴിക്കാത്തതും എല്ലാം കൂടിയിട്ട്. പിന്നെ ഷാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇക്ക് സുഖമാട്ടെ. കാരണം ഇക്ക വന്നു കഴിഞ്ഞാൽ അവ ഇക്കയുടെ കൂടെ കുറേ കളിക്കും. അപ്പോൾ ഇക്ക ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ 2:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ അപ്പുറം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ആ സമയത്താകുമ്പോഴത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ ഇക്ക് നോക്കേണ്ട ആവശ്യമില്ല, അവൻ ഇക്ക മാനേജ് ചെയ്തോളൂ. അപ്പോൾ ആ സമയത്തൊക്കെ പക്ഷെ ഫസ്റ്റൊക്കെ എല്ലാം കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ആ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടെന്നില്ലല്ലോ. ഇപ്പോൾ ട്രാക്കിലേക്ക് വന്ന് ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എല്ലാം അറിയാം. ഇപ്പോൾ അങ്ങനെ ദേഷ്യം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇവർ കാര്യങ്ങൾ പറയുക, ഇവർ ഉറക്കത്തിൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർ ചില സമയത്ത് നേരത്തെ എണിക്കും, ചില സമയത്ത് ഒരു ഷെഡ്യൂള്. എൻ്റെ മോനക്കൊരു ഷെഡ്യൂളില്ല. അവനക്ക് ഇന്ന സമയത്ത് ഉറങ്ങുക, ഇന്ന സമയത്ത് എണിക്കുക എന്നുള്ള ഷെഡ്യൂളില്ല. ചില സമയത്ത് 11 മണിയാകുമ്പോൾ ഉറങ്ങും, അപ്പോൾ ചിലപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ എണിക്കും. ചില സമയത്ത് 1 മണിയാകുമ്പോഴാണ് 12:30 ആകുമ്പോൾ ഉറങ്ങുക, ചിലപ്പോൾ 10 മണിയാകുമ്പോൾ എണിക്കും. അപ്പോൾ ഷെഡ്യൂളില്ല. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഏതൊരു മക്കൾക്കായാലും നമ്മൾ അവരെ കൂടെ വേണം. കാരണം നമ്മൾ ഏത് പണിയെടുക്കുകയാണെങ്കിലും അത് മാറ്റി വെച്ചിട്ട് ഒരു ഹാഫ് അവർ അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക. അതാണ് എനിക്ക് ഫസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം രാവിലെ എണീക്കുമ്പോൾ പറയുമ്പോൾ അവർക്ക് ആകെ ഒരു മന്ദപ്പും കാര്യങ്ങളും ഒരു ഉഷാറുണ്ടാവില്ല. അപ്പം നമ്മൾ അവരെ കൂടെ അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് അവരെ മൂഡൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് അവർ ഫ്രഷാക്കി വിട്ട് കഴിഞ്ഞാൽ അവരിരുന്ന് കളിച്ചോളും. പിന്നെ അവർക്ക് കുഴപ്പമില്ല, അവരിരുന്ന് കളിച്ചോളും. അങ്ങനെ ചെയ്യാറ്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മോനിക്ക് കിടങ്ങറ് വരുന്നത് ഫുഡ് കൊടുക്കാനാണ്. ഫുഡ് കൊടുക്കണം കാര്യത്തിൽ മാത്രമാണ്. മറ്റേതൊക്കെ അവന് ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചോളും, വലിയ ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷെ ഫുഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം തിന്നേയില്ല. ഓ എന്തൊരു ഇടങ്ങാറ്. ഞാൻ ഇങ്ങനെ കണ്ട വായ തുറക്കണേയില്ല, ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ മിക്ക ടൈമിലേക്ക് രാവിലെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അവനെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തീറ്റിക്കാൻ നോക്കും. ഈ ദോശ, ഈ പഴം, ഭൂരി ഇതൊക്കെ വെച്ചെങ്കിൽ ഒറ്റയ്ക്ക് അവനക്ക് കൊടുത്തിട്ട് അവനോട് തിന്നാൻ പറയും. ചിലപ്പോൾ അവർ മെസ്സാക്കിയിട്ടാലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് തിന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തിന്നാൻ കൊടുത്തു. അവർ തിന്നില്ല, കുറേ നേരം തിന്നില്ല എന്നുള്ള അവസരം വരുമ്പോൾ മാത്രമാണ് ഞാൻ ഇടപെട്ട് ഞാൻ തീറ്റിപ്പിക്കുക കേട്ടോ. കാരണം ചിലതൊക്കെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക. നമ്മളെ കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും. രണ്ടാമത് അവരിപ്പോൾ വലുതാവല്ലേ, 3 വയസ്സ് ഒക്കെ ആവുന്നതോറും അവർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിലിറ്റി വരും. അതായത് ഞാൻ രാവിലെ ഇപ്പോൾ പല്ലേപ്പിക്കലൊക്കെ ഇടയ്ക്ക് അവൻ്റെ തേക്കാണ്ട് ഒറ്റയ്ക്ക് തേക്കും. ചിലപ്പോൾ അത്ര ക്ലീൻ ആവില്ല, പക്ഷെ നമ്മൾ തേപ്പിക്കുക. അപ്പോൾ അവർക്കൊന്ന് ഇതാവുകയും ചെയ്യും. പിന്നെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഉച്ചക്കത്തെ കാര്യം നടക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് ചോറ്, പക്ഷെ അത് നടക്കാറില്ല. രാവിലത്തെ ഇതുപോലെ തന്നെ മിക്ക ടൈമിൽ അവൻ തന്നെയാണ് തിന്നാറ്. ഞാൻ അത്രയും തിന്നല അവസ്ഥ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇക്കൊരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ഇവൻ്റെ ഫുഡ് കൊടുക്കാനാണ്. ഉച്ചക്കാലം വൈകുന്നേരം ഒരു ഹാഫ് അവറൊക്കെ ഇവൻ്റെ കൂടെ ഇങ്ങനെ ചിലപ്പോൾ 3/4 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ടൈം വേസ്റ്റ് ആവല്ലേ. അപ്പോൾ നിങ്ങളെ മക്കൾ ചിലപ്പോൾ ഫുഡ് കഴിക്കണവരാണെങ്കിൽ അവിടെ നമുക്ക് ടൈം അവിടെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയില്ല നമ്മൾ പ്രീ പെപ്പ് ചെയ്തെക്കുക. ഇപ്പോൾ രാത്രി നമ്മൾ രാവിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കുക. ഇല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീക്കുക, കുട്ടി ഉറങ്ങാട്ടി മുമ്പ് എണീച്ചിട്ട് അപ്പം ഉണ്ടാക്കി വെക്കുക. കാരണം അവർ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഓരോ മൂഡാവില്ല.
അപ്പോൾ അവർക്ക് ചിലപ്പോൾ മൂഡില്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ നമ്മളങ്ങനെ നേരം വഴുകും അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പം നമ്മൾ മുമ്പ് കുക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു കാര്യം നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് ഫുഡ് ഉണ്ട് നമ്മളെ കയ്യിൽ, അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാനില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത് ഡിവൈഡ് ചെയ്യാം, അതായത് വർക്കുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് ഇന്ന ദിവസം ക്ലീനിങ് ചെയ്യണം, ഇന്ന ദിവസം ഈ കുക്കിംഗ് ചെയ്ത പിറ്റേ ദിവസം ആ കുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഇന്ന ദിവസം റൂം ക്ലീൻ ആക്കുക, ഇന്ന ദിവസം ഓള് ക്ലീൻ ആക്കുക. എല്ലാ ദിവസവും നമുക്ക് എല്ലാതും ഇപ്പോൾ മക്കളുള്ളവർക്ക് അറിയാം ക്ലീൻ ആക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളത് കുഴപ്പമില്ല, മക്കളുള്ളതുകൊണ്ടല്ലേ നമ്മൾ ആ ഒരു ഇതിൽ വിടുക. എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, വർക്കുകൾ നമ്മളായിട്ട് തന്നെ ഒരു പ്ലാൻ ചെയ്ത് ഷെഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇന്ന ദിവസം ഞാൻ ക്ലീനിങ്ങിനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമാണെന്നാൽ പ്രോപ്പർ ആയിട്ട് നമ്മളെ ഡീപ്പ് ക്ലീനിങ്ങിലില്ലേ, അത് ആഴ്ചയിൽ ഞാൻ ഒരു ദിവസമാണ് വെക്കാറ് ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിന്. അപ്പോൾ നമുക്ക് അതിന് മാത്രം ചെയ്താൽ മതി. കുക്കിംഗ് നമ്മൾ തലേന്നുണ്ടെങ്കിൽ അത് ഇതാക്കി വെക്കുക. അതുപോലെ തന്നെ റൂം ക്ലീനിങ് ഞാൻ 3 days കൂടുമ്പോഴാണ് റൂം ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ ട്യൂസ്ഡേ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെനസ്ഡേ ആ ഫുഡിൻ്റെ ബാക്കിയുണ്ടാവും, കുറച്ച് അധികം വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്നോട്, കുക്ക് ചെയ്യണ സമയത്ത് മോനെ എങ്ങനെ ഇത്ര കാമായിട്ടിരിക്കണേ, അവനെടുക്കാൻ പാടില്ല. അവൻ ആ കാര്യത്തിലേക്ക് ഭയങ്കര ഇതായിട്ട് അവൻ ചെറുപ്പം മുതൽ അങ്ങനെ എടുക്കാൻ പറയില്ല. അതായത് ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എടുത്തിട്ട് പണിയെടുക്കണം, ഇല്ലെങ്കിൽ കാലുമ്പോൾ തൂങ്ങുക, അങ്ങനത്തെ ഒരു സ്വഭാവമേ ഇല്ല കേട്ടോ. അതുകൊണ്ടൊരു ഭയങ്കര സമാധാനം. അവനിങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുന്നല്ലാണ്ട് നമ്മളെ കൊണ്ട് ഞാനത് ശീലിച്ചിട്ടില്ല കേട്ടോ. കാരണം ചെറുപ്പത്തിലായാലും അവൻ ഇങ്ങനെ ഇടുക്കിടുക്ക് പറയുമ്പോൾ ഞാൻ മൈൻഡ് മാറ്റിയിട്ട് അവിടെ കെടുത്തും, ടോയ്സൊക്കെ വെച്ച് കെടുത്തും. കുറച്ച് നേരം കരഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അവർ ശരിയാവും. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അവൻ്റെ കൂടെ ഇരിക്കും. അവൻ്റെ കൂടെ ഇരുന്നിട്ട് എന്തെങ്കിലും കളിക്കാൻ ആദ്യം കൊടുക്കും. അപ്പോൾ അവൻ ആദ്യം ചിലപ്പോൾ ഒറ്റയ്ക്ക് കളിക്കില്ല, മമ്മ വേണമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരെ കൂടെ ഇരിക്കുക. അവരെ കൂടെ ഇരുന്നിട്ട് ആദ്യം അതൊന്ന് കളിക്കുക. അവരോട് പറ്റിലേക്ക് പണിയുണ്ട് അങ്ങനെ ആക്കി അവർക്ക് വാശി കൂടി ചെയ്യുക. വാശി കൂടിയിട്ട് ഇന്ന ഒറ്റയ്ക്ക് കളിക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആവും. അപ്പോൾ നമ്മൾ ആദ്യം അവരെ കൂടെ ഇരിക്കുക. അവർ ഏത് കളിയിലാണ് പറയണത് വെച്ചാൽ ആദ്യം ഒരു 10 മിനിറ്റ് അവർ കൂടെ സ്പെൻഡ് ചെയ്യുക. 10 മിനിറ്റ് അവരെ കൂടി കളിച്ചിട്ട് മെല്ലെ പറയും ഞാൻ ഇപ്പോൾ മോനെ ഒറ്റയ്ക്ക് കളിച്ചോട്ടെ, മമ്മ പോയിട്ട് പണിയെടുക്കുക പറഞ്ഞ് അവർ സമ്മതിക്കും. കാരണം അവരെ കൂടെ നമ്മൾ കുറച്ച് നേരം കളിച്ചല്ലോ. അപ്പം അങ്ങനെ ഓരോ അവരെ രീതിക്ക് മൈൻഡ് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഞാൻ കിച്ചണിക്ക് പോയാലൊന്നും അവ ഒന്നും പറയില്ല. അവൻ എൻ്റെ കൂടെ കളിക്കാൻ വരണമെന്നാ ഇല്ലെങ്കിൽ മമ്മീൻ്റെ എടുക്കണം എന്നങ്ങനെ പറയാറേ ഇല്ല. ഇടയ്ക്ക് മാത്രം അവനക്കൊരു മൂഡില്ല, ഇടയ്ക്ക് എന്തേലും ഒരു വാശിയാണ്. ഇതിൽ മൂഡ് വരുന്ന സമയത്ത് മാത്രം ഇന്നൊന്ന് എടുക്കും മമ്മ പണിയെടുക്കൽ അങ്ങനെ ഇടയ്ക്ക് പറയുമ്പോൾ ഞാൻ സ്ലേവമ്മ കയറ്റിയിട്ടും അത് വല്ലപ്പോഴും പറഞ്ഞ സംഭവമാട്ടോ. അല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കാലമ്പോൾ തൂങ്ങി ഇന്നെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടിക്കണ ആളേ അല്ല. അപ്പോൾ അത് ഓരോ കുട്ടികൾ നിങ്ങളെ കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളാദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ അവർ കൂടിയിരുന്ന് കളിക്കില്ലെങ്കിൽ അവർ ഒറ്റക്ക് ടോയ് കൊടുത്ത് കുറച്ച് നേരം കരഞ്ഞാലും പിന്നെ സെറ്റാവും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് പണിയെടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ പണിയാവും. കുറേ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇതിൽ അവർ മാറില്ല. പിന്നെ കുറേ നേരം ഒറ്റയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും കേട്ടോ. പിന്നെ ഇക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇക്കാടെ അടുത്താക്കിയ ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇക്ക തന്നെ വേണം കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയും ചെയ്യാം കേട്ടോ. പിന്നെ അവർക്ക് എൻഗേജിങ് ആയിട്ട് കളിക്കാനുള്ള ടോയ്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ മോനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ എനിമൽസ്, അതുപോലെ തോക്ക്, വെടിവെക്കുക, അങ്ങോട്ട് ചാടി അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ തന്നെ ഈ എനിമൽസൊക്കെ അല്ലേ, എനിമൽസിന് വെടിവെച്ച് കളിക്കാമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കളിയാകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. പിന്നെ കൂടുതലായിട്ടും അവൻ എന്താ ചെയ്യുക വെച്ചാൽ ഇരുന്ന് കളിക്കുന്ന ടൈപ്പല്ല, ഈ സോഫയിൽ നിന്ന് അങ്ങോട്ട് ചാടുക, ഈ ടേബിളിൽ നിന്ന് ഇങ്ങോട്ട് ചാടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് നോക്കണം, കാരണം ടെൻഷനാവും വീണ് കഴിഞ്ഞാൽ പൊട്ടു എന്നുള്ളത്. പിന്നെ ആകെ പ്രശ്നം എന്താ വിചാരിച്ചാൽ ഈ വലിച്ചിടും, മൊത്തം വലിച്ചിടുക. പിന്നെ വെള്ളം കളയുക, ഈ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുത്താൽ അത് ഇങ്ങനെ പിച്ചി മാന്തി കളയുക. അതൊക്കെ ആകുമ്പോഴാണ് നമുക്കിങ്ങനെ ഇടങ്ങേറാവുക ഒറ്റക്ക് കൊടുത്താലുള്ളത്. ഞാൻ ഒതുങ്ങിയിരിക്കാത്തതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികളുണ്ട് അവൻ്റെ. ആരെയും മെസ്സാക്കി പൊരിച്ചൽ കൂടിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കുക. ഈ സോഫയിൽ നിന്ന് അങ്ങോട്ട് ചാടുക. ചില സമയത്തൊക്കെ വീഴുമ്പോൾ നമ്മൾ നോക്കണം. അപ്പം ഞാൻ അടുക്കളയിലാണെങ്കിൽ ഇടയ്ക്ക് വന്ന് നോക്കൂട്ടോ അങ്ങനത്തെ. പിന്നെ കുറേ നേരം ഒന്നും ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ കളിക്കില്ല. അപ്പത്തിന് ഇന്നെ കാണാൻ ഓടി വരും, അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുട്ടെ മൂപ്പരാൾ. പിന്നെ നമുക്ക് അത്രയും അവർ ഇപ്പോൾ ശല്യപ്പെടുത്തുക ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇല്ലാത്ത സന്ദർഭമൊക്കെ ആണെങ്കിൽ ഞാനെന്താ അത്രയും ഇപ്പം ചില സമയത്ത് അവർക്ക് മൂടുണ്ടാവില്ലല്ലോ, കളിക്കാനും മൂടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കാണെച്ചെങ്കിൽ കുക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ കുറേ ഇങ്ങനെ മെസ്സാക്കുന്ന സമയത്ത് ഞാൻ ടാബ് വെച്ച് കൊടുക്കും. ഒരു 10-15 മിനിറ്റ് ടാബ്
കാണാൻ വെച്ച് കൊടുക്കും. അപ്പം മൈൻഡ് അതിലാവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ. സ്ക്രീൻ ടൈം ശരിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ഗൾഫിലാകുമ്പോൾ നമുക്കറിയാമല്ലോ, വേറെ ആരും നമുക്ക് ഏൽപ്പിക്കാനില്ല. നമ്മൾ ഹസ്ബൻഡ് നമ്മൾ മാത്രമാകുമ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഹസ്ബൻഡ് വരാൻ ലേറ്റ് ആവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഹസ്ബൻഡ് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടില്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം കുറച്ച് കൊടുത്തോണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതുപോലെ തന്നെ ടാബിൽ അവനക്ക് ടി വിയിൽ വെച്ച് കൊടുത്ത ടി വിയിൽ അവനക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല. കാരണം അവനക്ക് ഈ കണ്ടിരിക്കാനില്ല, ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കാനാണ്. അപ്പോൾ ടാബിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കും. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അത് കണ്ട് ഇരുന്നാൽ നമുക്ക് പണി ചെയ്യുകയും ചെയ്യും. അത്രയും പറ്റാത്ത സമയത്തായിട്ട് അങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് കളിച്ചോളും. അങ്ങനത്തെ ചില സമയത്താണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ടി വി കാണും, നമുക്ക് വീഡിയോ എടുക്കേണ്ട അത്യാവശ്യം ഇവൻ മുണ്ടാണ്ടിരിക്കണം, സൗണ്ട് ഉണ്ടാക്കാത്ത സന്ദർഭത്തൊക്കെ വരുമ്പോൾ ഈ പണി ചെയ്യാറ്. ടാബ് വെച്ച് കൊടുക്കുക, അവനെ ഒന്ന് ഒതുക്കിയിരുത്തുക. അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ അടുത്തേക്ക് പറയാനുള്ളത്, നമ്മളെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ മിനിമൈസ് ചെയ്യുക. അതായത് എനിക്ക് ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ഉമ്മ പറയുന്ന കാര്യമാണ്. അതായത് ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും, മോന് ഈ സമയത്ത് എണിക്കും, അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വെച്ച് ഈ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെയൊന്നും നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അവർ ഓരോ ദിവസവും ഓരോ പോലെയാണ്. പിന്നെ എൻ്റെ മോന് ഇന്ന രീതിയിൽ നല്ലപോലെ കളിക്കേണ്ടി വിചാരിച്ചിട്ട് നാളെ ചിലപ്പോൾ കളിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ആകെ ഭ്രാന്തി, ഇവെന്നും കളിക്കുന്ന ദിവസമല്ലേ, ഇവെന്നും ഇങ്ങനെ ആക്കുന്ന ദിവസമല്ലേ, വേണ്ടി എക്സ്പെക്റ്റേഷൻ കുറക്കുക. ഇക്കൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ അത്ര അങ്ങോട്ട് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഉണ്ട്, നല്ല പോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും. അതായത് ഇൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ വെണിക്കായിട്ടും പിന്നെ ഇത് കഴിയും, ഇല്ലെങ്കിൽ ആവാം ഈ സമയത്ത് ഉറങ്ങും, അപ്പോൾ ഈ സമയത്ത് ചെയ്യുക, ഈ സമയത്ത് വെറുതെ ഇരിക്കുക. ചില സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആവില്ല, മറിച്ചാവും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഇതാക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഓവറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇതാക്കിയാൽ നമുക്ക് ചിലപ്പോൾ ആകതാവും, സമയത്തിന് നമ്മൾ വിചാരിച്ച പോലെ കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ നമുക്ക് ആകെ ഒരു പ്രാന്ത് വരും. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക. നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, ഇന്ന സമയത്ത് പോയി ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇന്ന ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉറങ്ങില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തുള്ള മൈൻഡ് സെറ്റ് വെക്കുക വെച്ചാൽ നമുക്കത് സെറ്റായില്ലെങ്കിലും ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പ്രാന്ത് ഉണ്ടാവില്ല. പിന്നെ അവർ ഉറങ്ങണ ടൈം നമ്മൾ നല്ല പോലെ യൂസ് ചെയ്യുക. അതായത് ഞാനൊക്കെ ആദ്യമൊക്കെ ഉറങ്ങണ സമയത്ത് ഇങ്ങനെ വെറുതെ ചില സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ അതൊക്കെ അവിടെ വെച്ചിട്ട് വെറുതെ ഫോണും ടാബൊക്കെ നോക്കിയിരുന്ന് പിന്നെ കാണാൻ അവർ എണിക്കുമ്പോൾ വയ്യോ എൻ്റെ പാത്രങ്ങളൊക്കെ കിടക്കിയല്ലോ, പണി തീർന്നില്ല വിചാരിക്കും. അപ്പോൾ അവർ ആദ്യം തന്നെ അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പണികൾ ബാക്കി തീർക്കുകയാണ്. കാരണം കുട്ടികളാകുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1/2-3/4 മണിക്കൂർ അടുപ്പിച്ച് ഉറങ്ങും. അപ്പം തന്നെ എണിക്കില്ലല്ലോ. പിന്നെ എണീറ്റ് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞാലല്ലേ അവർ എണിക്കുക, ഒന്ന് എണിച്ചിട്ട് ഉറങ്ങുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ അവർ ഉറങ്ങി കെടുത്തി അപ്പം നമ്മൾ വേഗം വന്നാൽ ചെയ്യേണ്ട സംഭവം, നമുക്ക് എന്തെങ്കിലും പണികൾ ബാലൻസ് ആയിട്ട് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കുക, വേഗം വേഗം ചെയ്ത് തീർക്കുക. ഇപ്പോൾ അടിക്കാനോ തുടക്കാനോ എന്തെങ്കിലും ഇന്ത്യക്ക് മെയിനായിട്ട് ഉണ്ടാവുക ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഹോളാണ് ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കണം. കാരണം ഭയങ്കര മെസ്സായിട്ട് കിടക്കണം. അപ്പോൾ ടോയ്സ് കൊണ്ടൊക്കെ കളിച്ചിട്ടും ഈ പേപ്പർ എറിഞ്ഞിട്ടും ഒക്കെ കലമ്പായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ വേഗം വന്നിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇപ്പോൾ ഒട്ടി പിടിക്കാന്നില്ലെങ്കിൽ തുടച്ച് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് എന്നിട്ടാണ് നമ്മൾ ചിലപ്പോൾ കുളിക്കലും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഫോണൊക്കെ നോക്കി കിടക്കുക. ചില സമയത്ത് കുളിക്കില്ല കേട്ടോ, കുളിക്കാണ്ട് കിടക്കും. പിന്നെ മടിയെന്ന് പറഞ്ഞൊരു ഫാക്ടർ എല്ലാവർക്കും വരുന്നതാണല്ലോ. അത് ഞാൻ ആരും ഉപദേശിക്കാൻ ഞാൻ വലിയൊരു ആളല്ല, എനിക്കും അത്യാവശ്യം വരുന്നൊരു കാര്യമാണ് മടി. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കണേ ഇതിപ്പോൾ അവിടെ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട നാളെ അങ്ങനെ വിചാരിക്കണം, അപ്പം ചെയ്യുക. അത് പിന്നെ ഞാൻ നിങ്ങളെ ഉപദേശിച്ച കാര്യം ഞാനും അതൊക്കെ കുറേ ചെയ്യാത്ത ആളാണ്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിരുന്നാലും ഇപ്പോഴും മടി ഉണ്ടാവും. ഞാൻ വിചാരിക്കും ഇതിപ്പോൾ ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാതെ അവിടെ കിടക്കട്ടെ, അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ അങ്ങനെ വിചാരിക്കില്ല. അവർ ഉറങ്ങിയ സമയത്ത് പരമാവധി മടി കൂടാണ്ട് ഇതാക്കുക. പിന്നൊക്കെ പറയാനുള്ളത്, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക. അതായത് ക്ലീൻ ആസ് യു ഗോ എന്ന് പറഞ്ഞ പോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ക്ലീൻ ചെയ്യാനുള്ള പാത്രങ്ങൾ ക്ലീൻ ചെയ്യുക. നമ്മളിപ്പോൾ കുക്ക് ചെയ്തിട്ട് അവിടെ അടുപ്പത്ത് കുറച്ച് നേരം ടൈം ഉണ്ടാവില്ല, ആ സമയത്ത് ഫോണൊന്നും നോക്കാൻ പോവാണ്ടോ ഇല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് നേരം ടി വി കാണാൻ പോകണ്ടോ, അവിടെ പോയി സംസാരിക്കാൻ പോവാണ്ടോ ക്ലീൻ ചെയ്യുക. അവിടെ ആ സമയത്ത് നമ്മൾ അതവിടെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ക്ലീൻ ചെയ്യുക. എനിക്ക് ഏറ്റവും കൂടുതൽ മോൻ ഉറങ്ങിക്കഴിഞ്ഞാൽ വരുന്ന പണിയായിരുന്നു ഈ പാത്രം കഴുകലിട്ടോ. പക്ഷെ ഇപ്പം അത് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കണം. കാരണം ഞാൻ അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണോണ്ട് തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പണി ഇപ്പോൾ വരാറില്ല. അത് ഞാനായിട്ട് എൻ്റെ ഒരു
മറ്റേ റുട്ടീനിൽ ബിൽഡ് ചെയ്ത് വന്ന കാര്യം കേട്ടോ. ആദ്യം എനിക്ക് ആ റുട്ടീൻ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇക്ക തന്നെ ബേർഡൻ ആയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറേ നേരം പണിയെടുക്കണ പോലെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ അവനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ആ ഒരു ശീലം വരുത്തിയ ശേഷം ഇതൊരു നല്ല നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളൊരു ദിവസം നമ്മളെ ടൈം സേവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടിപ്പാണിത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ക്ലീൻ ചെയ്ത് പോയാൽ നമ്മൾ പകുതി പണി സിമ്പിളായിട്ട് കഴിയും കേട്ടോ. പിന്നെ അടുത്ത ടിപ്പിക്ക് പറയാനുള്ളത് ഇൻവോൾവ് കിഡ്സിൻ്റെ കോഴ്സ്. അതായത് നമ്മൾ ഹൗസ് ഹോൾഡ് കാര്യത്തിൽ അല്ലെങ്കിലും ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യത്തിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ ചില സമയത്ത് ഞാൻ അടിച്ചോര സമയത്ത് അവൻ വരും കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ അടിച്ചോരാം അമ്മ, ഞാൻ അടിച്ചോരാം, അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ മെസ്സാക്കലും അവർക്ക് ആ ഒരു ഇത് വരുമല്ലോ, അടിച്ചോര എങ്ങനെയെന്നൊക്കെ കാണാമല്ലോ. പിന്നെ അതുപോലെ തന്നെ അവർ ടോയ്സൊക്കെ അവർ തന്നെ വലിച്ചിട്ട് ഞാൻ അവനോട് തന്നെ പറയും, ആ ടോയ്സ് എടുത്തിട്ട് അതിലെടുത്തേക്ക് മോൻ്റെ ബൈക്ക് കൊണ്ടുപോയി അവിടെ മുക്കിൽ വെക്ക്. ചില സമയത്ത് തീരെ കേൾക്കില്ല. ചില സമയത്ത് പറയും ഗുഡ് ബോയ് അല്ലേ, അല്ലെങ്കിൽ സ്ട്രോങ് ബോയ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ മൈൻഡ് ഇങ്ങനെ ഇതാക്കുമ്പോൾ അവരത് കൊണ്ടുപോയി ചെയ്യിക്കൂട്ടാ. അപ്പോൾ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ, അപ്പോൾ നമ്മളെ കൂടെ അവരുണ്ടാവുകയും ചെയ്യും, അവർക്ക് ആ ഒരു ടൈം കിട്ടുകയും ചെയ്യും. പിന്നെ തീരെ ഇല്ലാത്തൊരു സ്വഭാവമായിട്ട് ഇത് എന്ത് ക്ഷമ. നമ്മൾ കുട്ടികളുടെ ആൾക്കാരെന്ന് വെച്ചെങ്കിൽ നല്ല പോലെ ക്ഷമാശീലരാവണം. തീരല്ല, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ദേഷ്യം നമ്മൾ പരമാവധി കൺട്രോൾ ചെയ്യുക. മോൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കര ദേഷ്യം കൂടുതൽ. ക്ഷമയൊക്കെ എപ്പോഴും പറയും ഞാൻ വിചാരിച്ച കാര്യങ്ങളിപ്പോൾ അവന് ചെയ്തില്ലെങ്കിലും, ഇപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ ചില സമയത്ത് ഓക്കെ കുഴപ്പമില്ല, അവന് ചില മൂഡില്ലാണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാണ്ടാവും, അങ്ങനത്തെ മൈൻഡ് സെറ്റിൽ വിടുക. തീരെ തിന്നാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ 3 നേരം ഇപ്പോൾ ഒരു ദിവസം തിന്നാണ്ടാവുമ്പോഴൊക്കെ നമ്മൾ അത്രയും റേസായാൽ മതി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരിപ്പോൾ കുറച്ച് വെള്ളം കളയുക, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് തുടക്കാവുന്നേ ഉള്ളൂ. നല്ല മെസ്സാക്കിയിട്ട് വെള്ളം കോരി ഒഴിക്കുക, നല്ല അലമ്പാക്കുക, അങ്ങനത്തെ സമയത്തൊക്കെ ചീത്ത പറഞ്ഞാൽ മതി. ഈ തൊട്ടേനും പിടിച്ചേനും ചീത്ത പറയുക എന്നുള്ളത് അവർക്ക് അതിൽ മൈൻഡിലൊരു ഉമ്മ എന്തെങ്ങനെ, അല്ലെങ്കിൽ അമ്മ എന്തെങ്ങനെ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ദേഷ്യം കുറയ്ക്കുക. ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ വരുന്നതിൽ മാത്രം ദേഷ്യം പിടിക്കുക. പിന്നെ നമുക്ക് ഈ ഗൾഫിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ വേറെ ആരുമില്ല, നമുക്ക് വേറെ അവരെ ഏൽപ്പിക്കാനോ കാര്യങ്ങൾ. നമ്മളെ വീട്ടിൽ ആരുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആൻറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ഇതാക്കണം. നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മളും ഹസ്ബൻഡ് മാത്രമാകുമ്പോൾ അവരായിട്ട് കുറച്ചും കൂടി ഇതാക്കാൻ നോക്കുക. നാട്ടിലാകുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടായ ദേഷ്യം കാണിക്കാൻ ഇതൊക്കെ ഇവിടെ ഇക്കാതാണ് ദേഷ്യം കാണിക്കാൻ ഇവന് മാത്രം. വേറെ നമുക്ക് അങ്ങാടി തൊട്ടി അമ്മയോട് പറഞ്ഞോളൂ ഞാൻ എപ്പോഴും കാണിക്കില്ല. വേറെ ഇപ്പോൾ എന്തെങ്കിലും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇവനോട് ദേഷ്യം, ഇല്ലെങ്കിൽ ഇവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ക്ഷമയൊക്കെ ദേഷ്യം, അങ്ങനത്തെ ഒക്കെ നമ്മൾ പരമാവധി കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ ഞാനിത് കുറച്ച് വരുന്നുള്ളൂ, ഞാൻ നിങ്ങളെ ഉപദേശിക്കില്ല, എന്നാലും കുറച്ച് വരും. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ പരമാവധി അവരോട് കൂടി ഇരുന്നിട്ട് അവർ മൈൻഡ് സെറ്റ് ആക്കിയിട്ട് അവർ വിടുക. പിന്നെ അങ്ങനത്തെ ഒക്കെ ഓരോന്ന് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത് കുക്കിങ്ങൊക്കെ ചെയ്യുക, ഡിവൈഡ് ചെയ്ത് പണികൾ ചെയ്യുക, നമ്മൾ എക്സ്പെക്റ്റേഷൻസൊക്കെ കുറച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഓരോന്ന് കാര്യം കുട്ടികൾക്ക് ഓരോ ദിവസം ഓരോ മൂടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇതാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കണേ. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.